Accounting is language of business, and business analysis is the translation and application of that language to create value. Hi, I'm Suila Hashim, Chief Career Advisor and a motivational speaker. Today, we are going to discuss in detail about professional accounting and business analysis. ഒരു കമ്പനിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബാണ് അക്കൗണ്ടിങ് ജോബ്. കമ്പനിയുടെ ഓവറോൾ എക്സ്പെൻസും ഇൻകംസും ഒക്കെ മാനേജ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അക്കൗണ്ടൻസ് ആണ്. നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് നോ വാട്ട് ആർ ദ സോഫ്റ്റ്വെയർസ് ദാറ്റ് അക്കൗണ്ടൻസ് ആർ യൂസിങ്. അതുപോലെ തന്നെ ബിസിനസ് അനാലിസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, അതിന്റെ പ്രീവിയസ് ഡാറ്റാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നല്ലൊരു ഡെസിഷൻ മേക്ക് ചെയ്യണം, ഇതൊക്കെയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിലും ബിസിനസ് അനാലിസിസ് ത്രൂ നിങ്ങൾ പഠിക്കുന്നത്. അക്കൗണ്ടിംഗ് ഇസ് എ ഫീൽഡ് ദാറ്റ് ഇൻവോൾവ്സ് മെഷർമെന്റ്, പ്രോസസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓർഗനൈസേഷൻ. Business analysis is the practice of identifying an organization's need and recommending solutions to deliver value and drive positive changes. Both professional accounting and business analysis are very crucial in the success of a company. ഒരു കമ്പനിയുടെ ഓവറോൾ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ അക്കൗണ്ടൻസും അതുപോലെ തന്നെ നല്ലൊരു ബിസിനസ് അനാലിസിസ് വഴിയാണ്. If you both work effectively, believe me, no one can stop a company from growing. Next, let's discuss about the scope of professional accounting and business analysis. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൊഫഷണൽ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക, അതുപോലെ അതിന്റെ സാലറി പാക്കേജ് എന്താണ്, ഇതിന്റെ സ്കോപ്പ് ഉണ്ടോ, ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ? See, the answer is yes. The scope of professional accounting and business analysis is very wide. ചെറിയ കമ്പനി മുതൽ വലിയ MNCs വരെ അക്കൗണ്ടൻസിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഒരു അക്കൗണ്ടന്റിന് പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അക്കൗണ്ടന്റ് വിൽ ഹാവ് ഗ്രേറ്റ് ഇൻകം, ഗുഡ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രസ്റ്റീജിയസ് സ്റ്റേറ്റസ് ഇൻ ദ സൊസൈറ്റി. If you want to start your career as an accountant in an organization, then you must learn professional accounting. +2 graduate, degree graduates like BCom, BBA, anyone, okay, even postgraduate, MCom, MBA. അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് വാസ് ഓൾറെഡി വർക്കിംഗ് ഇൻ സം അതർ കമ്പനി ആൻഡ് സം അതർ ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഇഫ് ദേ വോണ്ട് ടു ചേഞ്ച് ദിയർ കരിയർ ടു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ദേ ക്യാൻ ലേൺ പ്രൊഫഷണൽ അക്കൗണ്ടിങ്. ബേസിക്കലി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അതല്ല, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. റീസെന്റ് നടന്ന ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. PG കഴിഞ്ഞു, അതായത് MCom കഴിഞ്ഞു. ദെൻ ഷി കോണ്ടാക്റ്റഡ് മീ സെയിങ് ഷി വോണ്ട് ടു അപ്ലൈ ഫോർ എ ജോബ്. സോ എൻ്റെ കണക്ഷൻ വഴി ഞാനൊരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഷി വെന്റ്, ഓക്കെ, അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഷി ആൻസർഡ് ആൻഡ് ദെൻ ലേറ്റർ, ഓക്കെ, ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂവിന്റെ സമയത്ത് കുട്ടി കുറച്ച് സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് പറഞ്ഞു അതൊന്ന് ചെയ്യാൻ പറഞ്ഞു. അതായത് ബേസിക്കലി ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സിസ്റ്റം കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഷീ കുഡന്റ് ഡു ദാറ്റ്. ഓക്കെ, തിയറിയും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തു, കാരണം അതാണല്ലോ അവർ കോളേജിൽ പഠിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത്, അതും വളരെ ബേസിക് ആയിട്ട് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഷീ സെഡ് ഐ ഡോണ്ട് നോ. ഓക്കെ, ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഡ്രോബാക്ക്. ഓക്കെ, ദേ ആർ ഗെറ്റിംഗ് ഗുഡ് മാർക്സ്, ദേ ആർ ഗെറ്റിംഗ് സർട്ടിഫിക്കേഷൻ, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടിക്കൽ നോളജ് അവർക്കില്ല. സോ ഈ ഒരു അക്കൗണ്ടിങ് കോഴ്സ് അതല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബിസിനസ് അനാലിസിസ് കോഴ്സ് വഴി ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എനിവേ യു ഹാവ് ദ ഡിഗ്രി. അതിന്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പല ഇയേഴ്സിന്റെയും ഡാറ്റ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് അനാലിസിസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കമ്പനിയിൽ കയറാം. ജോബിന് കയറുന്ന സമയത്ത് യു മേ ബി വർക്കിംഗ് ആസ് എ ജൂനിയർ അക്കൗണ്ടന്റ്, അതല്ല അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ടായിരിക്കും കയറുന്നത്. ബട്ട് ഇഫ് യു ആർ giving your best, after few years you can reach to very high position with a very attractive salary. പല കുട്ടികൾക്കുള്ള വേറൊരു ഡൗട്ടാണ് ഇതിന്റെ സാലറി പാക്കേജ് എങ്ങനെയാണ്. സി, സാലറി പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലിന്റെ ബേസിസിൽ സാലറി വാരി ചെയ്യും. ആൻഡ് ഓൾസോ ദ ലൊക്കേഷൻ ദാറ്റ് യു ആർ ചൂസിങ്. ഇപ്പം നിങ്ങൾ കേരളത്തിലാണ് ചൂസ് ചെയ്യണം, നിങ്ങളൊരു ഫ്രഷറാണ്, നല്ലൊരു കമ്പനിയിലാണ് നിങ്ങൾ പോവാണ്, നിങ്ങൾക്ക് നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ നല്ല നോളേജ് ഉണ്ടെങ്കിൽ the package starts from 15 to 20K based on the location that you are choosing. ബാംഗ്ലൂർ, ബോംബെ ഒക്കെയാണ് ചൂസ് ചെയ്യുകയാണെങ്കിൽ
as a fresher itself you will get a good package, but you should know proper accounting software. Okay, അതല്ല നിങ്ങൾ ഇനി എബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ again the package will be more attractive. എല്ലാ കമ്പനീസിനും അക്കൗണ്ടൻസിന് ആവശ്യമാണ്. അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനി വിൽ പേ യു. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ദ തിങ് ഇസ് യു ഹാവ് ടു ഡെവലപ്പ് യുവർ സ്കിൽ. പ്രോപ്പർ ആയിട്ട് സോഫ്റ്റ്വെയർസ് പഠിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ കരിയർ വിത്ത് എ ഗുഡ് പാക്കേജ്. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. If you learn proper accounting software and if you develop the required skill, believe me, there are lots of career opportunities. You can start your career as a staff accountant, senior accountant, accounting manager, financial analyst, auditor, tax consultant, controller, chief finance officer, and so on. Many career options are there for an accountant. ഒരു അക്കൗണ്ടന്റിന് ഏതൊരു ജോബ് ചെയ്യാനും കേപ്പബിൾ ആയിരിക്കണം. ലൈക്ക് preparation of financial statement, reconciling accounting, analyzing financial data, managing account payable and receivable, preparing tax return, ensuring compliance with financial regulation and so on. അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ഹൈലി സ്കിൽഡ് ആയിരിക്കണം. They should have technical accounting skill, strong communication skill, collaboration skill, also proficiency with accounting software and other relevant technology. പല ആൾക്കാരും എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ്, ഇത് പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? സി, ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഇന്ത്യൻസ് ഗ്ലോബൽ ബിക്കോസ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്. കാരണം ഇന്ത്യൻസ് ഗ്ലോബൽ വഴി നിങ്ങൾക്ക് കിട്ടുന്ന കരിക്കുലം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, പ്രാക്ടിക്കലി എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യേണ്ടത് അതിന്റെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ദേ ആർ ഓൾസോ പ്രൊവൈഡിങ് ഇന്റേൺഷിപ്പ് ആൻഡ് ഓൾസോ ജോബ് സപ്പോർട്ട്. ഇന്റേൺഷിപ്പിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഐ ഗിവ് യു എ കോഴ്സ് ഹൈലൈറ്റ്. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നതിന്റെ കോഴ്സ് ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. Okay, you will be learning accounting fundamentals like preparation of financial statement, journal, ledger, trial balance, trading, profit and loss account, balance sheet, and cash flow statement, bank reconciliation, income tax, GST, VAT, SAP, Google Sheet, Advanced Excel, and other accounting software as per industry standards. Also, you will cover business analysis concept and data analysis and visualization. So, in your 4 months training, you will get the proper knowledge about all the software. Along with that, you will get trained from the industrial expert. Industrial work ചെയ്യുന്ന accountants ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോബ് പഠിപ്പിച്ചെടുത്തത്. And the certification is also highly valuable. Also, you will get free soft skill training. കാരണം സോഫ്റ്റ് സ്കിൽസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓവറോൾ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ യു വിൽ ബി വർക്കിംഗ് ഓൺ ഡിഫറെന്റ് പ്രോജക്ട്സ്. ഇന്റേൺഷിപ്പിൽ പല പ്രോജക്ട്സിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. സോ ഓവറോൾ വിൽ മേക്ക് ഷുവർ യു ആർ ലേണിംഗ് ഓൾ ദ ബേസിക് സോഫ്റ്റ്വെയർ, യു ആർ വർക്കിംഗ് ഓൺ ദോസ് സോഫ്റ്റ്വെയർ and you are getting good experience so that you will have enough confidence to start your career as an accountant. That's all for today. I hope it's clear. If you have any query, please do contact the below number. Signing off, Suela Hashim. Thank you so much. Take care. Bye-bye.